अरे क्या हुआ? अरे अरे क्या हुआ? हे प्रभु, इधर जाएंगे, आओ आओ। अरे अरे आप कैसे हैं आप? आओ പാവങ്ങള്. നമ്മൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ റോഡ്, ജമ്മു കാശ്മീരിനും കിഷ്ത്വാറിനും ഹിമാചൽ പ്രദേശ് കില്ലറിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരേ സമയം ഒരു വാഹനത്തിന് മാത്രമേ കടന്നു പോകാൻ കഴിയൂ എന്നതിനാൽ വളരെ ഇടുങ്ങിയ ഈ റോഡ് നിരവധി കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളുമാണ്. ഹിമാചൽ പ്രദേശിലെ പാങ്കി താഴ്വരയിലേക്ക്, അതായത് പാങ്കി വാലി എന്നറിയപ്പെടുന്ന പാങ്കി താഴ്വരയിലേക്ക് പ്രവേശനം നൽകുന്ന ഈ റോഡ് പാറകൾ, അയഞ്ഞ മണ്ണുകൾ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചരൽ മണ്ണുകൾ മുതലായവ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് ചന്ദ്രഭാഗ നദിയിലേക്ക് 1000 അടി സ്വതന്ത്രമായി വീഴുന്നതും മറുവശത്ത് മാരകമായ പർവ്വതനിര തൂങ്ങിക്കിടക്കുന്നതുമാണ്. ഈ റോഡിലൂടെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 3 പേരും വളരെ ആശങ്കജനമായിട്ടാണ് മുന്നോട്ട് പോയത്. കാരണം നമ്മൾ ഓഫ് റോഡ് വണ്ടി അല്ല നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതിലൂടെ മാക്സിമം ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ കടത്തി വിടാറുള്ളത്. പക്ഷേ ഹിമാചൽ പ്രദേശിൻ്റെ പോലീസിൻ്റെ ഒരു കരുണ മൂലം മാത്രം നമ്മൾ ഇത്രയും സഞ്ചരിച്ചത് കൊണ്ട് നമുക്ക് പിന്നെ പെർമിഷൻ തന്നു എന്നുള്ളൂ. മഞ്ഞ് വീഴ്ച കാരണം JCBകളൊക്കെ നമ്മുടെ മുന്നിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മഞ്ഞിനെ റോഡിലേക്ക് വീണാൽ അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ് ഇങ്ങനെയുള്ള ചില ആർമി സിവിലിയൻസിനുള്ളത്. അങ്ങനെയുള്ള ഒരു മലയാളി അല്ല, ഒരു തമിഴ്നാട് സിവിലിയനെ നമുക്ക് ഇങ്ങനെ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാൻ ഇടയായി. മാത്രമല്ല ഇവിടേക്ക് കയറുമ്പോൾ റേഞ്ച് മാത്രം അല്ല, GPS പോലും നമുക്ക് അവൈലബിൾ അല്ല. അപ്പം അതുകൊണ്ട് ആർക്കും ഒരു തരത്തിൽ നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കിയാലും നമുക്ക് കണക്ട് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ ഇവിടെ ജോലിക്കാരായിട്ട് പല ആളുകളുണ്ട്, റോഡിൻ്റെ പണിക്കാരായിട്ട്. മാത്രമല്ല ആർമി സിവിലിയൻസ് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ കുറേ ആളുകളും അവരെ കണ്ടു. അങ്ങനെ ഒരു തമിഴൻ ആയിട്ടുള്ള ഒരു സിവിലിയനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചു. അവിടെയുള്ള ഒരു റൂമിലേക്ക് നമ്മളെ 3 പേരെയും ക്ഷണിച്ചു. അവിടെ ചെറുതായിട്ടൊന്ന് കയറി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണിച്ചു തന്നു. നല്ല സ്വാദുള്ള ചായ കുടിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടെങ്കിലും നോമ്പുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ അതിനെ നന്ദിപൂർവ്വം തിരസ്കരിച്ചു. എന്നിട്ട് നമ്മൾ പിന്നെ അതിനുശേഷം ബാക്കി കില്ലറിലൂടെ ജമ്മുവിലേക്ക് നമ്മുടെ യാത്ര തുടർന്നു. സുരക്ഷിതമായ ഗാർഡ് റെയിലുകളോ സുരക്ഷിതമായ അരുകികളോ ഇല്ലാത്തതിനാൽ ഏകദേശം 1000 മൈൽ നീളത്തിൽ ആയിരക്കണക്കിനടി താഴെയുള്ള താഴ്വരയുടെ കാഴ്ചകൾ ലഭിക്കുന്ന ഇടുങ്ങിയതും കാറ്റുള്ളതുമായ ഒരു റോഡ് കൂടിയാണിത്. നമ്മുടെ മുമ്പിൽ നേരെ കാണുന്ന ആ സ്ഥലത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഇനി സഞ്ചരിക്കാനുള്ളത്. ഇതൊരു ഹിമാലയൻ പർവ്വതത്തിൻ്റെ ഇടയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് നമ്മൾ കാണാത്ത പല മൃഗങ്ങളെയും ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓരോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള നമ്മളിങ്ങനെയുള്ള യാത്രയിൽ പല ഓരോ എനിമൽസിനെ നമുക്ക് ഹിമാലയൻ എനിമൽസിനെ നമുക്ക് കാണാൻ ഇടയുണ്ടായി. നമ്മൾ മുമ്പ് കുളു മണാലിയിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ അരികിലുണ്ടായിരുന്ന ചെനാബ് നദിയിലൂടെ, ആ നദിയുടെ ടച്ചാകുന്ന ഒരു നദി കൂടിയാണ് ഈ നദി. ഈ റോഡ് നാഷണൽ ഹൈവേ 26ൻ്റെ ഭാഗം കൂടിയാണ്. അരികിലൂടെ നോക്കുമ്പോൾ അവിശ്വസനീയമാം വിധം അസ്വസ്ഥത ഉളവാക്കുന്ന, അല്ലെങ്കിൽ ആയിരക്കണക്കിന് അടി താഴെയുള്ള താഴ്വരകൾ കാണുന്നത് പോലും 100 കണക്കിന് മീറ്റർ ഉയരമുള്ള ഓരോ ലംബമായ താഴ്ചയാണ് നമ്മുടെ അരികിലുള്ളത്. പല ആട് മേയ്ക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഇതിനിടയിൽ നമുക്ക് കാണാൻ ഇടയുണ്ടായി. ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ആടുകൾ ഇവർ മേയിച്ചു കൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഒരാട് പോലും കുറച്ചെങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടായി പോയാൽ അത് വല്ലാത്തടി താഴ്ചയിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആടുകളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ അത് കാറിൻ്റെ സൈഡിലായിട്ട് അതിങ്ങനെ നടന്നു നീങ്ങുന്നത് നമുക്ക് കാണാം.
നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ റോഡിലൂടെ വന്നാൽ തീർച്ചയായും അത് ഇല്ലാണ്ടാകും എന്നതിൻ്റെ ഏറ്റവും എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണം കൂടിയാണ് ഈ റോഡ്. കാരണം ഇവിടേക്ക് എത്തിച്ചേർന്നാൽ തന്നെ നമ്മളിനി തിരിച്ച് നാട്ടിലേക്ക് എങ്ങനെ എത്തും എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ മനസ്സിലുള്ള ഒരു വെപ്രാളം നമ്മുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഒരു വെള്ളം കുടിക്കാൻ കഴിയാത്ത ആ ഒരു പ്രയാസം നമ്മൾ നേരിട്ടു. പക്ഷെ എന്നിരുന്നാലും പഠിച്ചവനെ തവക്കലാക്കി നമ്മൾ മുന്നോട്ട് തന്നെ ഇങ്ങനെ ഈ റോഡിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു. വയനാട്ടിൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ സമയത്ത് നമുക്കൊക്കെ മലയാളികൾക്കൊക്കെ സുപരിചിതമാണ് ബെയിലി പാലം. അതുപോലെ കൂടുതൽ ബെയിലി പാലമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു റോഡ് എന്നുള്ളത്. നമ്മൾ പോകുമ്പോൾ പല ബെയിലി പാലങ്ങൾ നമുക്കിതുപോലെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ പല ബെയിലി പാലങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. അപ്പോൾ ഈ ബെയിലി പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ 2 ഹിമാലയങ്ങൾ തമ്മിൽ ഘടിപ്പിക്കുന്നതാണ് ഈ ബെയിലി പാലം. അപ്പോൾ അവിടുന്ന് പകുതിയും നിർത്താനൊരു കാരണവശാലും പാടില്ല എന്ന് അവിടെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങാനും നിർത്തി താഴേക്ക് നോക്കുമ്പോൾ വല്ലാത്ത താഴ്ചയാണ് നമുക്ക് നമ്മുടെ ഇരുവശത്തും കാണാൻ സാധിക്കുന്നത് ഈ ബെയിലി പാലത്തിൽ. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ വർക്കേഴ്സായിട്ടുള്ള ആളുകളൊക്കെ സൈഡിൽ നിസ്കരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ വല്ലാത്തൊരു മനസ്സിന് സന്തോഷമുളവാക്കുന്നൊരു കാര്യം കൂടിയാണ്. നമ്മളിങ്ങനെ പോകുന്ന വെൽക്കം ടു കില്ലാർ എന്ന ബോർഡ് കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പാലം കഴിഞ്ഞ ഉടനെ തന്നെ നോക്കുമ്പോൾ 2 ആളുകൾ നിസ്കരിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഈ കില്ലാർ കിഷ്ത്വാർ റൂട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് വളരെ നമുക്ക് പറയുമ്പോൾ വാക്കുകൾക്ക് അതീതമാണ് ഈ പർവ്വതനിരകളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് എന്നതുപോലെ നമുക്കൊരു ഭയമാണ്. കാരണം പോകുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആളുകൾ ആർക്കായാലും വീഡിയോ എടുക്കുമ്പോൾ വല്ലാത്ത ഭയം തോന്നും. കാരണം താഴെയുള്ള താഴ്ച കാണുമ്പോൾ. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാശ്മീർ ബോർഡറിലേക്ക്, അതായത് കില്ലാർ കിഷ്ത്വാർ റൂട്ടിലുള്ള കാശ്മീർ ബോർഡറിലേക്ക് കടന്നു. ഇനി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് കാശ്മീരിലൂടെയാണ്. കാശ്മീരിൻ്റെ ആ ഒരു മണ്ണിലേക്ക് നമ്മൾ കടന്നു. എന്നിട്ട് ഇതും ഹിമാചലിൽ പോലെ തന്നെ ഏകദേശം ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ പകുതിയിൽ നിന്ന് മലയാളിയായിട്ടുള്ള അവിടെയുള്ള സൂപ്പർവൈസറെ കണ്ടു. അവനുമായിട്ട് കുറച്ച് സംസാരിച്ചു. മലയാളികളെ കാണുമ്പോൾ അവർക്ക് ഒരു വല്ലാത്തൊരു മനസ്സിന് ഒരു സന്തോഷം, നാട്ടിലെ ആളുകളൊക്കെ അല്ലേ. അപ്പം അങ്ങനെ അല്പനേരം അവനുമായിട്ട് സ്പെൻഡ് ചെയ്തു. പിന്നെ കാശ്മീരിൻ്റെ റോഡിൽ പറയുമ്പോൾ ഹിമാചലിനേക്കാളും സൈഡിൻ്റെ ബാരിക്കേഡ്സൊക്കെ ഉള്ളൊരു റോഡ് കൂടിയാണ്. അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഹിമാചലിൽ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ സൈഡിൽ ബാരിക്കേഡ് ഒരിടത്തും ഇല്ല. പക്ഷേ കാശ്മീരിൽ കുറച്ചിടത്തെങ്കിലും ഈ ബാരിക്കേഡ്സ് ഉണ്ട്. എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ വളരെ ദുർഘടകമാണ്. അത് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ നമുക്കിങ്ങനെ കാണാം. ആ വഴിയിലൂടെയാണ് ഇനി നമ്മൾ പോകേണ്ടത്. ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഇതിലൂടെയുള്ള ഒരു ഡ്രൈവിങ്. ജീവിതത്തിൽ ഒരിക്കൽ ഇങ്ങനെയുള്ള ഡ്രൈവ് ചെയ്തു പോയാൽ ലോകത്തുള്ള എവിടേക്കും നമ്മൾ വണ്ടി കൊണ്ടുപോകാനുള്ള ഒരു ലൈസൻസ് നമുക്ക് ഇവിടുന്ന് ലഭിക്കും എന്നാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത്. കാരണം അത്രയ്ക്കും നല്ല ഒരു അഡ്വഞ്ചറായിട്ടുള്ള ഒരു ഡ്രൈവിങ് ഇതിലൂടെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള നമ്മുടെ മനസ്സിലുള്ള കോൺഫിഡൻസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ ഇത് നമ്മുടെ സ്വന്തം വണ്ടിയിൽ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വെഹിക്കിൾ നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കണം എന്നാണ് പറയാനുള്ളത്. പക്ഷേ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും എക്സ്പീരിയൻസ് അല്ലാത്തൊരു ഡ്രൈവറെ ഇതിലൂടെ കൊണ്ടുപോകരുത്. കാരണം തീർച്ചയായിട്ടും അതിൻ്റേതായ രീതിയിലുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വെള്ളത്തിനടുത്ത് എത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയെന്നുള്ളൂ മുഖം കഴുകാൻ വേണ്ടി. അങ്ങനെ ഇനി ഇതിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കണം. അങ്ങനെ മുന്നോട്ട് കാണുമ്പോൾ റോഡ് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മുടെ മുന്നിലിപ്പോൾ കാണുന്നത്. കാർ സൈഡ് നിർത്തി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി റോഡ് പുതിയതായിട്ട് ഇതിലൂടെയുള്ള ഒരു റോഡ് ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. JCBയും അവിടെയുള്ള പാറ പൊട്ടിക്കുന്ന മെഷീൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് റോഡ് ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മുടെ മുന്നിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ഇവിടെയുള്ള ജോലിക്കാരെയാണ്. കാരണം അതിസാഹസികമായിട്ട് ഇവിടെ ജോലി ചെയ്യേണ്ട അവരുടെ കഴിവ് വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ കില്ലർ എന്ന പേര് വരാൻ കാരണം വിനോദസഞ്ചാരികൾ മുമ്പ് ഇട്ട പേരാണ് കില്ലാർ. അതായത് കില്ലർ, കൊല്ലുന്ന
ഇംഗ്ലീഷിൽ കില്ലർ കൊല്ലുന്ന എന്നുള്ള അർത്ഥമുള്ളത് കൊണ്ടാണ് കില്ലർ റോഡ് എന്നതിന് പേര് വരാൻ കാരണം. അപ്പോൾ അതുകൊണ്ടാണ് കില്ലർ റോഡ്, കില്ലർ കിഷ്ത്വാർ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. കിഷ്ത്വാർ ജമ്മു കാശ്മീരിലാണ്, കില്ലാർ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തിപ്പുറത്തായിട്ടാണ് നമ്മുടെ ഓരോ സ്ഥലങ്ങൾ, ഓരോ വില്ലേജുകളുള്ളത്. അതായത് നമ്മുടെ റീൽസുകളിലും അതുപോലെ തന്നെ പല വിനോദസഞ്ചാരികൾ പോയ ഒരു സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കാറിന് ഇടയ്ക്ക് പിന്നെ പൊടിപടലങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് നാച്ചുറലായിട്ടുള്ള ഒരു കാർ വാഷ് തന്നെ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടി. അപ്പോൾ അത് കിട്ടുമ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമല്ലോ, എന്തായാലും പ്രകൃതിപരമായിട്ട് നമുക്ക് നൽകുന്നതല്ലേ. അപ്പം അങ്ങനെ കാറ് കുറച്ച് തണുപ്പിച്ചുകൊണ്ട്, ഓൾറെഡി അവിടെ തണുപ്പാണ്, പക്ഷേ കാറിൻ്റെ എൻജിന് കാര്യങ്ങളൊക്കെ ഒരു തണുക്കാൻ വേണ്ടി, മാത്രമല്ല പൊടിപടലങ്ങളൊക്കെ പോകാൻ വേണ്ടി കാറ് കുറച്ചങ്ങനെ സർവീസ് ചെയ്തു. അങ്ങനെ പിന്നെയും നമ്മൾ കാശ്മീരിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആട്ടിൻകൂട്ടങ്ങളെ, ചെമ്മരി ആടുകളൊക്കെ നമ്മൾ മുമ്പിൽ കാണും. റോഡിലേക്ക് നോക്കുമ്പോൾ പാറക്കല്ലുകളൊക്കെ റോഡിൽ വീണതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു ആർമിയുടെ ഒരു ചെക്ക് പോസ്റ്റിൽ അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നു. കാശ്മീരിലെ ആർമിയുടെ ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ വീഡിയോസ് കൂടുതൽ എടുക്കാൻ കഴിയില്ല, എന്നിരുന്നാലും കാറിലിങ്ങനെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നിർത്തി ഇവിടെ പേര് കാര്യങ്ങളൊക്കെ നൽകണം, നമ്മുടെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നൽകണം. മാത്രമല്ല ഇവർ ഫോട്ടോ എടുത്തിട്ട്, കാരണം ആർമിക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് സമയം ആർമിയായിട്ട് കുറച്ച് സമയം നിന്നു, അവരുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നമ്മുടെ യാത്ര തുടർന്നു. അങ്ങനെ വഴിയരികിൽ വെച്ച് കുറച്ച് കാശ്മീരി കുട്ടികളെ കണ്ടു. അവർ നമ്മളെ കാണുമ്പോൾ തന്നെ പേടിച്ചോടി. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളും കൂടി നമ്മുടെ മുമ്പിൽ കാണിക്കാം. പാവങ്ങള് മെല്ലെ ഓറ്റങ്ങ് പാവ നല്ല പേടിച്ചോ. അങ്ങനെ കാശ്മീരിലേക്ക് യാത്ര തുടർന്നു. ബാക്കി പിന്നെയുള്ള വീഡിയോസിൽ കാണാം. അസ്സലാമു അലൈക്കും.